ഹലോ ഗായ്സ്, അപ്പൊ ഞാനും കാസർഗോഡ് പിള്ളേം കൂടിയിട്ട് ഷെയ്ഖ് സാഹിബ് പള്ളിയേക്ക് നോമ്പ് തുറക്കുവാണ്. അപ്പൊ എല്ലാരും കണ്ടിക്കണ് നോമ്പ് തുറക്കുന്നതൊക്കെ. അപ്പൊ അതിന്റെ ഭാഗം ഞങ്ങൾക്കൊരു ആഗ്രഹം അല്ലേ ഉണ്ട്. അപ്പൊ പോയോ നോമ്പായിട്ട് വീഡിയോ ഒന്നും ഇടല്ലേ ഗായ്സ്. പിന്നെ അബുദാബിയിലെത്തി, എല്ലാം പെട്ടെന്നായിരുന്നു. പണി മുതൽ അബുദാബിത്തെ കളികളാണ്. ഷെയ്ഖ് സാഹിബ് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല തിരക്കത്താ. അപ്പൊ അതിസാഹസികമായി അതിചലിതമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 7 തന്നെയാണ് നമ്പർ കിട്ടിയിട്ടുള്ളത്. ഓ മൈ ഗോഡ്, എല്ലാം ചെക്ക് എത്ര ആള് വന്നാലും സാധനം ഉണ്ട്. നോക്ക്, ബാക്കിലെല്ലാം ഫുള്ളാണ്, ഫ്രണ്ടിലെല്ലാം ഫുള്ളാണ്. എത്ര ആള് ഇരിക്കുന്നത് എല്ലാരും പേടിക്കണ്ട, ആർക്കും വേണമെങ്കിലും വരാം. ഓക്കെ, ഇച്ച സാധനം കണ്ടപ്പോ ഹാപ്പി. ഇച്ചല്ല ഇത് സാധനം ഉണ്ട് പറഞ്ഞപ്പോ സന്തോഷമായി. അപ്പൊ എത്തിയിരിക്കണം. ഇച്ചാൻ്റെ എന്തെല്ലാം ഉണ്ട്? പഴം, സലാഡ്, ബിരിയാണി, പഴം, ആപ്പിള്. മാഷാഅല്ലാ മാഷാഅല്ലാ. പിന്നെന്താ അത് തുറക്ക്. ഇച്ച ഫുള്ള് ഹാപ്പിയിൽ തന്നെ. കാസർഗോഡ് ഫുള്ളോ ഇച്ചല്ല, എന്നാലും ഇച്ചാന്ന് വിളിക്കുന്നത്. അല്ല പിന്നെ ജ്യൂസ്, വെള്ളം. മാഷാഅല്ലാ. ഇനി എന്റെ എന്തൊക്കെ ഉണ്ട് നോക്കാം. എന്റെ എന്തൊക്കെ സെയിം തന്നെ. പള്ളിയുടെ നേരെ മുന്നിൽ സൂപ്പർ വ്യൂ. മുമ്പ് തുറക്കട്ടെ. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർക്കെന്തോ പരാതി ഉണ്ട്. പറയും. എല്ലാരും 2 കെട്ട് ഇറക്കി. ആരെല്ലോ 2 എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആടാണ് ഇരിക്കുന്നുണ്ടായിരുന്നു. 1-2 എടുത്ത് വേറെ അവരുടെ ബോക്സിലേക്ക് കണ്ടിരുന്നാ മതി. ഇല്ലണമല്ല അവര് അത്ര പറയാനുണ്ട്. സൂപ്പർ ഈത്തപ്പഴമാണ്. ഞാൻ തുറന്നു നോക്കി. ഇടയിൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. എത്ര ആളുണ്ടാവിച്ച? ഏകദേശം 10,000 ആൾക്കാർ. 10,000-ന്റെ മേലുണ്ട് തോന്നിച്ച. കൊടുക്കാനായിട്ടുണ്ട്. സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് ചാ? അടിപൊളി. വെള്ളം തുറന്ന് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരുടെ തിരക്കാണ്. അതോ വീട്ടിൽ പോവെന്നറിയില്ല. ബാക്കിൽ പോകുന്നു. എല്ലാരും ബാക്കിൽ പോകുന്നുണ്ട്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. സെന്റിന് പുറത്തുനിന്ന് നിസ്കരിക്കുന്നത് അറിയില്ല. പുറക്ക് പെട്ടെന്ന് ക്ലിയറായിരിക്കും. ഇല്ല, അവർക്ക് പെട്ടെന്ന് പോകാൻ എന്ത് പറയുന്നു ഫുഡിന്റെ കഥ പറയാം. അടിപൊളി. സാലയുടെ കാര്യം നോക്കുമ്പോ അത്ര നമുക്ക് ഒരു വിഷയമുള്ളൂ. പക്ഷെ വ്യൂ നോക്ക്, പടച്ചവനായ തമ്പുരാനെ. കണ്ടെങ്കിലേ നിസ്കരിക്കാത്തവർ നിസ്കരിക്കും. ഇതൊക്കെ പടച്ചവന്റെ ഒരു ഇതുകളാണ് കേട്ടോ. അതൊക്കെ നോക്ക്, എന്താ സംഭവം. വ്യൂ നോക്ക്, മാഷാ അല്ലാഹ്. നോക്ക്, എന്താ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി പോവാനുള്ള ഒരുക്കത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നും എടുത്തിട്ട് വരുന്നതല്ലേ ചാനല്. അതാകുമ്പോ പെട്ടെന്ന് നിസ്കരിച്ച് പോവാ. അതാകുമ്പോ ചിലവരെല്ലാം നോമ്പ് തുറക്കുന്ന ആടെ തന്നെ നിന്നിട്ട് നിസ്കരിക്കുന്നല്ലോ അല്ലെ. പുറത്തൊക്കെ നോക്ക്, ഫുള്ള് കുളിക്കാൻ പറ്റിയ സിനിമകളാണ്. പക്ഷെ കുളിക്കാൻ പറ്റില്ല. സ്വിമ്മിംഗ് പൂളിൽ പോലെ കളിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വേറെ വഴിയാക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. വേറെ എല്ലാം ഒക്കെ അല്ലേ ചപ്പാക്കി. കാരണം ഒഴിവൊക്കെ എടുത്ത ആൾക്കാർക്ക് ഒഴിവൊക്കെ മുറിയും. പള്ളിയുടെ വ്യൂ കാണാം. നൈറ്റിലുള്ള സൂപ്പർ വ്യൂ ആണ്. ഒരു രക്ഷയല്ല. ഇതൊക്കെയാണ് നമ്മള് കാണിക്കേണ്ടത്. ഇതിന്റെ ഒരു സംഭവം. അതൊക്കെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലേ ഇവിടെ. മുസ്ലിംസ് മാത്രമല്ലാന്ന് തോന്നുന്നു. കാരണം ഇവിടെ നിസ്കരിക്കാതെ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വേറെ വേണമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എക്സിറ്റ് വേറെ ആണെന്നൊക്കെ. ഇതാണ് വ്യൂ. കണ്ടില്ലേ? ഏതാ വ്യൂ നോക്ക്. പള്ളിയുടെ വ്യൂ ആണ് ഇതൊക്കെ. കേട്ടോ, എല്ലാരും പറയലുണ്ടല്ലോ നോമ്പ് തുറ പോലെ. അപ്പൊ നമുക്കും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. അപ്പൊ അത് ഞങ്ങളാണ്ട് സഫലമാക്കി. അത്ര തന്നെ. അപ്പൊ സൂപ്പർ ആയിരുന്നു സംഭവം. ഒന്നും പറയാനില്ല. കാരണം എന്തിനും കൈ തുടക്കാൻ വേണ്ടിട്ട് വൈബ്സ് വരെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സെവനിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പള്ളിയുടെ വ്യൂ നോക്കുക ഞങ്ങള് പോവാണ്. ഫുഡും കഴിച്ച് സെറ്റായി പള്ളിയിലോട് വിട പറഞ്ഞ് ഒരു ബൈ പറഞ്ഞപ്പോ